ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു അഡാർ ഐറ്റം മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. പുറത്തുനിന്നൊക്കെ കഴിക്കണേക്കാളും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഏത് ഫിഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രഷ് ആയിട്ട് മീൻ പുറത്തുനിന്നൊക്കെ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ആ മീൻ വെച്ചിട്ടുള്ള നല്ലൊരു ഫിഷ് ബിരിയാണിയാണ്. അത് സാധാരണ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കണേക്കാളും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ റെസിപ്പിയിലോട്ട് പോകും മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ചാനൽ, എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒപ്പം തന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തേക്കുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും അപ്പോൾ തന്നെ അറിയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അതാ ഇതുപോലെ ഒരു അഡാർ ഐറ്റം മീൻ തന്നെ നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ. ഈ ഒരു മീന് ഇതിന്റെ പേരെന്താന്ന് അറിയുന്നവർക്ക് താഴെന്ന് കമന്റ് ആക്കണേ. നമുക്ക് അതിന്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊരിക്കാനായിക്കോട്ടെ, നമ്മൾ ഫിഷ് ബിരിയാണി വെക്കാനായിക്കോട്ടെ, നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. അപ്പൊ അത് നന്നാക്കി എടുക്കൽ വലിയ പരം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിതാ എല്ലാവരും പാടെ കൂടിയിട്ടാണ് നന്നാക്കി എടുക്കുന്നത്. ഇതുപോലെ വെണ്ണീരൊക്കെ ആക്കിയിട്ടാണ് ഇതിനെ പിടിക്കാനൊന്നും കിട്ടില്ല. കാരണം പുഴയിൽ ആ ഒരു ഉച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നന്നാക്കാൻ ഇത്തിരി പാടന്നായിരുന്നു. എന്തായാലും എല്ലാവരും കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 മീനാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒരു മീന് ഏകദേശം 8 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ദാ ഇതുപോലെ ചെതലും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെതല് കളയാൻ വേണ്ടിയിട്ട് നല്ല ആണി വരച്ചിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് എളുപ്പം തന്നെ കളയാൻ പറ്റിട്ടോ. അപ്പൊ ദാ ഒരു മീനിന്റെ നന്നായിട്ട് പനഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കലാണ്. അപ്പൊ അതുപോലെ കല്ലിൽ വെച്ചിട്ട് നന്നായിരുന്നു ഉരച്ചു കൊടുക്കുക കേട്ടോ. ഉരച്ചു കൊടുക്കുമ്പോ അതിന്റെ ആ ഉച്ചും ഇതൊക്കെ പോവണം. അപ്പോഴേ അത് നന്നായിട്ട് വെളുത്ത് കിട്ടുള്ളൂ. എന്താ ഇതുപോലെ കുറച്ച് നമുക്ക് എടുത്തിട്ട് ഒന്ന് ബിരിയാണി വെക്കാൻ വിചാരിച്ചു. കാരണം അത്രക്ക് ഫ്രഷ് ആണല്ലോ. നമ്മള് പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നോ അല്ലെങ്കിൽ മീൻ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാട്ടിലും ആ ഒരു നല്ല അലുവ കഷ്ണം മുറിക്കണ മാതിരി തന്നെ കേട്ടോ ഈ ഒരു ഇതുണ്ടായിരുന്നത്. കാരണം അത്രക്ക് ഫ്രഷ് ആണല്ലോ. നമ്മള് പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നോ അല്ലെങ്കിൽ മീൻ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാട്ടിലും ആ ഒരു ഫ്രഷ് ഇതിൽ ഫീൽ ചെയ്തിരുന്നു. അപ്പൊ അതാ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് പീസ് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ബിരിയാണി ആക്കിയിട്ട് വെക്കാൻ ഞാൻ അതാ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്തിരി വലിയ ജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ ആദ്യം പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കി നടക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ നീര്, അരമുറി നാരങ്ങന്റെ നീരും കൂടി അതുപോലെ നാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ ഒരുപാട് മസാല വേണ്ട. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലാണ് ഞാൻ ആ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കാട്ടോ. അപ്പൊ നല്ല എരിവും അതിന്റെ ഇറച്ചിയിലോട്ടൊക്കെ നല്ല എരിവും പുളിയൊക്കെ പിടിക്കും. അപ്പൊ ദാ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ആട്ടോ അത്. കാരണം നല്ല നെയ്യായിരുന്നു ഇതില്. അപ്പൊ നമ്മൾ ആ ചോറിലൊക്കെ നെയ്യൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഞാൻ 2 സ്പൂൺ നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് നല്ല തന്നെ ആയിക്കോട്ടെ വെച്ച വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതാ കുറച്ച് കാഷ്യൂസും അപ്പൊ അതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫിഷിലോട്ടുള്ള മസാല ഒന്ന് കൂട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഈ ഉള്ളി വഴറ്റാവുന്നതാണ്. അപ്പൊ അതിലേക്ക് 2-3 ഏലക്കായും കുറച്ച് ഗ്രാമ്പും പട്ടിയിട്ടിട്ട് സവാള നല്ല പോലെ വഴറ്റുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നല്ല പോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുക്കണം. അപ്പൊ നല്ല പോലെ സോഫ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഏത് ബിരിയാണി ആയിക്കോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ സമയമാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 സ്പൂൺ അളവ് കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിന്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ ഫിഷ് വന്നിട്ടുള്ളത് 2 കിലോയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തൈര് അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും ലാസ്റ്റ് നമുക്ക് കുറച്ച് ബിരിയാണി മസാലയും ചേർത്തിട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഇനി ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാ വെച്ചാല് കുറച്ച് തൈരിന്റെ കുറവുണ്ടായിരുന്നേ. അപ്പൊ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് ഫിഷ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിൽ നമുക്ക് എന്ത് വെച്ചാൽ നമ്മൾ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് കുത്തി അളക്കരുത് കേട്ടോ. കുത്തി അളക്കുമ്പോൾ നമ്മളെ മീനൊക്കെ എന്താവും, ഉടഞ്ഞു പോകും. അപ്പൊ ഏത് മീനായിക്കോട്ടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുപോലെ നന്നാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ നല്ല ബിരിയാണി നല്ല പോലെ റെഡി ആവണമെങ്കിൽ ഈ ടൈമിൽ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം കുറച്ച് വെള്ളം അതിലുണ്ടാവുമ്പോഴാണ് നമ്മളെ റൈസിലോട്ട് പൊരിക്കുമ്പോൾ അടിയൊന്നും പറ്റാതെ തന്നെ വരും കേട്ടോ. അപ്പൊ പുറത്തൊക്കെ ഉണ്ടാക്കുന്നവർ ഈ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം കല്യാണത്തിന് പരിപാടിക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളമില്ലാതെ നമ്മൾ അതിന്റെ മേലെ ചോറിട്ട് കൊടുത്താൽ എന്താവും, അടി നന്നായിട്ട് പറ്റി പിടിക്കും. അപ്പൊ അതാ ഞാൻ ഫ്രൈഡ് അരി ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലെങ്ത് ആവും വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഞാൻ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അത് മറന്നു പോയിട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഞാനൊന്ന് ചെറിയൊരു കുഴി എത്തിയിട്ട് അതിലേക്ക് നമ്മളെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നൊരു ആവി കയറണം കേട്ടോ. അപ്പൊ ഈ ടൈമിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ആവി കയറുന്ന വരെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ തീ നല്ല പോലെ ഒന്ന് കുറച്ചു കൊടുക്കുക. തീ നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് ഇങ്ങനെ കിടക്കട്ടെ. 30-35 മിനിറ്റ് തന്നെ ഇതുപോലെ ഒന്ന് ആവി കയറണം. അപ്പൊ എന്റെ സത്യം പറഞ്ഞത് തുറക്കുമ്പോൾ നല്ല അട മണം തന്നെയായിരുന്നു കേട്ടോ. അത്രക്ക് നാവിന്റെ രുചിയിൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ഫ്ലേവറും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതാ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ റൈസ് ഈ നമ്മൾ ദമ്മിടുന്ന ടൈമിലും അല്ലെങ്കിൽ ഇത് കുത്തുന്ന ടൈമിലും വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു നല്ലൊരു ഓൾറെഡി നമ്മളെ മീനിനെ നെയ്യായിരുന്നു, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതാ ഞാനതൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കാഷ്യൂസ് ഇതൊക്കെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഫിഷ് ഇതിപ്പിന്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാല്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പൊ ദാ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ സാധാ അരി വെച്ചിട്ട് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഫ്രൈഡ് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. ഇതാവുമ്പോൾ ഒന്നുകൂടി കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഇട്ടും വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.